ഗായ്സ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ കമന്റ് എൻ്റെ നാത്തൂനില്ലാത്ത വീഡിയോ ഇട്ടപ്പോൾ എന്നോട് പലരും കമന്റിൽ വെച്ചിട്ട് എൻ്റെ നാത്തൂന് എവിടെയാണ് കേട്ടോ. സത്യം കമന്റ് തന്നെയായിരുന്നു. നാത്തൂനായിട്ടുള്ള കോംബോ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നാത്തൂനെ നാത്തൂനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. നാത്തൂനെ എല്ലാവരും ചോദിക്കണം എന്നല്ല 2-3 കമന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ചപ്പാത്തിയാണ്. ഞാനിവിടെ വരുമ്പോഴത്തേനും ഇവിടെ ചപ്പാത്തി പരത്തലും കുഴക്കലും പരത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബാബി എടുക്കോ പോവല്ലോ ബാബി ഇന്നൊരു സ്ഥലം വരെ പോവും. എന്നെ കൊണ്ടോട് പോവും. അപ്പോൾ എന്താ പറയണ്ടെന്ന് അപ്പോൾ അപ്പത്തിന് വേഗം പണികളൊക്കെയാന്ന് വെച്ചിട്ട് ഇപ്പം എത്ര നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണികളല്ലാതും. കാരണം ഓസിലിന് നേഴ്സറി പറഞ്ഞേക്കുന്നില്ല, അവന് നേഴ്സറി പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ സ്കൂളിലാണ്ടായപ്പോൾ വീഡിയോസും എല്ലാം നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. സ്കൂളിലാണ്ടായപ്പോൾ അയ്യോ രക്ഷയില്ല. മെന്റൽ ഹോസ്പിറ്റൽ കാരണം ബഹളം തല്ല് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിതിനെ കരാട്ടൊക്കെ ചേർത്തി. അവനത് ഞാൻ കരാട്ട ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതന്നെ അവരുടെ സ്കൂളിൽ തന്നെയാണ് അങ്ങനെ വെക്കേഷനിൽ ഉള്ളതാണ്. അപ്പോൾ അവനെ ഞാനതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പക്ഷെ അതൊരു ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ, ഡെയിലി ഇല്ല. ഇപ്പോൾ നല്ല വിശപ്പ്, ഭയങ്കര വിശപ്പ്. എന്താണെന്ന് അറിയില്ല ബാബി ഇങ്ങനെ വിശക്കുന്നു. വിശപ്പ് മാറില്ല കാടികളെ എന്തെങ്കിലും പത്തായങ്ങളും പറയട്ടെ. ഭയങ്കര വിശപ്പ്. ചായ കുടിച്ചിട്ടില്ല. ആവശ്യമില്ല. ഇന്ന് രാവിലെ എൻ്റെ ചായ കുടിച്ചിട്ടില്ല. ബാബി ആവശ്യമില്ലേ? ഞാൻ കുടിച്ചു. ബ്രെഡില്ല, ബ്രെഡ് ഉപ്പാക്ക് ചൂടാക്കി കൊടുത്ത് കഴിഞ്ഞാ ഓളന്നല്ല കവർ കൊണ്ട് കളഞ്ഞിപ്പോ ബ്രെഡുകൾ അടിഭാഗല്ലേ അതെനിക്ക് കിട്ടി. കട തുറന്നിട്ടുണ്ടാവില്ലല്ലോ. ബ്രെഡ് കഴിഞ്ഞാൽ നമുക്കൊരു കാലിച്ചാലൊക്കെ ഏലക്കിട്ടുണ്ട് ചായല്. പിന്നെ വേറൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് നല്ല നല്ല കമൻറ്റൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഭയങ്കര സന്തോഷമുണ്ട് കാണുമ്പോൾ. കൂടുതൽ വരുന്നത് എൻ്റെ ടോക്കാട്ടോ, എൻ്റെ സംസാരം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻ്റൊക്കെ വരുന്നുണ്ട്. കേരളക്ക് ഇതിനുള്ള സംസാരം ഞങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ സംസാരം നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് കുറേ പേരാണ് പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ വീട് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ നമ്മുടെ ചാവക്കാട് മുത്തമ്മാവ് എന്ന് പറയും കേട്ടോ. ഞങ്ങളുടെ വീട് അവിടെയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ പിന്നെ എന്തൊക്കെ ബാബി ഉണ്ടാക്കും? ചപ്പാത്തിക്ക് കറി എന്തെന്നു? മുട്ടക്കറിയാണ് ഉദ്ദേശിക്കണം. മുട്ട റോസ്റ്റ് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് മീൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് തല ഇറങ്ങുന്നുണ്ട്. തല ഇറങ്ങി തുടങ്ങിയെന്നല്ല. മറ്റത് ഇങ്ങനെ വിശപ്പ് രാവിലെ എനിക്കപ്പം മേലെ വിശക്കാറില്ല. ഇതെന്താണെന്നറിയില്ല. നിസ്കരിക്കാൻ എനിക്കപ്പം തുടങ്ങിയ വിശപ്പാണ്. അപ്പം ഞാൻ മടിയായിട്ട് ഞാൻ അവിടെ അങ്ങനെ തന്നെ കിടക്കും. ചായ ഉണ്ടാക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ വീട് കിടുന്നു. അപ്പം തന്നെ ചായ കുടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ബ്രെഡ് ബാബി തീർത്ത് വെച്ചില്ല അല്ലേ ബാബിയ? പിന്നെ എല്ലാവരും കമന്റിൽ ചോദിക്കുന്ന ഒരേ ചോദ്യം, മിക്ക വീഡിയോസിൻ്റെ കമന്റിലും ഈ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. ഞാൻ കുറേ ആയി പറയണം വേറെ വീഡിയോ എടുക്കുക. പിന്നെ കുറേ പേര് വേറെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇതാക്കിയിട്ടിടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്.
അപ്പം അതെന്തായാലും പിന്നെ വേറെ വീഡിയോസ് ആയിട്ട് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. ഇപ്പോൾ ആ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് എൻ്റെ ഹസ്ബൻഡ് എവിടെയെന്ന് അറിയണം. ഹസ്ബൻഡ് എവിടെ, ഒറ്റക്കാണോ, ഹസ്ബൻഡിനെ കാണുന്നില്ലല്ലോ, അങ്ങനെ ചോദിച്ചിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. കമൻറ്റ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഇല്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എൻ്റെ മക്കളും. ഫാമിലി ഇഷ്യൂ എല്ലായിടത്തും ഇല്ലാത്ത ഒരു ഫാമിലിയാണ് ഉള്ളത് അല്ലേ. ആള് എൻ്റെ കൂടെ അല്ല, ഞാനിപ്പോൾ സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പറയണതിന് ഇത്ര വലിയതൊന്നും ഞാൻ അതായിട്ട് വേറൊരു വീഡിയോ ഞാൻ എടുക്കാൻ വെച്ചാൽ ഒരുപാട് പേർക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതിങ്ങനെ അറിയണം ഹസ്ബൻഡ് എവിടെയെന്നുള്ളത്. ഹസ്ബൻഡ് എൻ്റെ കൂടെ അല്ല, ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ആണ്, ഞാൻ എൻ്റെ മക്കളും. കഴിഞ്ഞില്ലേ? ഇനി അതാർക്കും അറിയണ്ടല്ലോ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ. കൂടെ ഇല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചായ മാത്രം കുടിക്കാൻ ഇഷ്ടമല്ല. കട തുറന്നുണ്ടാ നോക്കിയിട്ട് തരാം. ഞാൻ ബിസ്ക്കറ്റാ ബ്രെഡാ എന്തെങ്കിലും മേടിച്ചിട്ട് തരാം. നമ്മളെ മുസ്തഫ് കടയുടെ അടുത്തുള്ള പിന്നെ ഞാൻ എന്തിനാ വെറും കാലിച്ചായ കുടിക്കണില്ല ഗോപിയെ. പക്ഷെ എത്ര മണിയായി? രാവിലെ തന്നെ 7:30 7:15 തോന്നിട്ടാവില്ലല്ലോ. കൈ നീട്ടായിരിക്കൂലേ? കച്ചവടം ഓടിപ്പിക്കണ്ട. എന്റെ കൈ നീട്ട് അടിപൊളിയാ. ബാബ എന്താ വിചാരിച്ച്? അങ്ങനെ പിന്നെ അപ്പം ഇന്ന് നേരെ ഉണ്ടെങ്കിൽ ഇന്ന് കോഴിമുട്ടക്കറി, അല്ലെങ്കിൽ ഇന്ന് മീൻ കറി. പിന്നെ ഉച്ചക്ക് ബാബ ഇന്നത്തെ തന്നെ സാമ്പാർ കഷ്ണമൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നാളെ എന്തായാലും സാമ്പാർ വെക്കണം. ഒരാൾക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ആർക്ക്? ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ സാമ്പാർ കഷ്ണം മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം എന്തായാലും സാമ്പാർ എന്നറിയാം. മീൻ കറി തരാം. ചാളല്ല വീട്ടിൽ മീൻ ചാളയുണ്ട്. അപ്പോൾ കൈപൊളി എങ്ങനെ ആയാലും കൈ ഇവിടെ നേരൊക്കെ കൊടുക്കും. പിന്നെ നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ട് എനിക്ക് ഇനിയും മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തന്നോട്ടോ. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്താൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ എനിക്കിപ്പോൾ കിട്ടണ അതേ സപ്പോർട്ട് നിങ്ങൾ ഇനിയും അങ്ങോട്ടും മുന്നോട്ട് തരണം കേട്ടോ. അപ്പം നമുക്ക് ബിസ്ക്കറ്റ് അടിച്ചിട്ട് തരാം. ബാബി ഞാൻ ബിസ്ക്കറ്റ് അടിച്ചിട്ടുണ്ട് കൊടുക്കുന്നു. സോറി ഗൈസ്, കട അടച്ചിരിക്കുകയാണ്. കട തുറന്നിട്ട് വീണ്ടും അടച്ചെന്ന് തോന്നുന്നു. അമ്മേൻ്റെ സൈക്കിള് ശരിയാക്കാൻ കൊടുക്കണം. എന്താണെന്നല്ല, മോനക്ക് സൈക്കിൾ കിട്ടിയതിൻ്റെ ശേഷം അങ്ങനെ ഓടിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ടയറും പഞ്ചറാണ്. ബർത്ത്ഡേക്ക് മേടിച്ചതായിരുന്നു സൈക്കിള്. എപ്പോഴെപ്പോഴും എൻ്റെ ടയർ പഞ്ചറാവും. പിന്നെ അവനക്കത് ഓടിക്കാൻ പറ്റണില്ല. അതിൻ്റെ ബാക്ക് ടയർ താഴ്ത്ത് ഇതാവണില്ല, എന്താണെന്നറിയില്ല. മഴ പെയ്തിട്ടല്ലേ? എല്ലായിടത്തും നല്ല മഴ പെയ്തു. നമ്മളോട് അത്ര അധികം വലിയ മഴ ഒന്നും പെയ്തില്ല. കട തുറന്നിട്ടില്ല. കട തുറന്നിട്ടില്ല. ഇതാണ് ഗൈസ് എൻ്റെ തറവാട്. എൻ്റെ വീട് എൻ്റെ തറവാട്. എൻ്റെ വീട് ദേ അതിൻ്റെ മേലെ കാണുന്നത് കണ്ടോ? അതിൻ്റെ മേലെയാണ് ഞാൻ താമസിക്കുന്നത്, വാടക വീട്. പിന്നെ എൻ്റെ സ്വന്തം വീട് ഇതേലെ പോയിട്ട്, അത് പഴയ വീഡിയോയിലൊക്കെ ഉണ്ട്. ഇതേലെ പോകണം. ഇതേലെ പോയി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം വീട്. കട തുറന്നിട്ടില്ല. വെറും കട്ടൻ ചായ തന്നെ കുടിക്കും. അങ്ങനത്തെ കേസ് ഞാൻ ബ്രെഡ് കഴിച്ചു. ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചില്ല, ഞാൻ ബ്രെഡ് കഴിച്ചു. ബ്രെഡും ജാമും പീനട്ട് ബട്ടറൊക്കെ കൂട്ടി കഴിക്കാമല്ലോ. പിന്നെ ഇപ്പം ചപ്പാത്തി എടുത്തിട്ടാട്ടോ. ചപ്പാത്തി ഇടാൻ പറ്റും.
ബ്രെഡ് ചൂടാക്കിയത് ഉപ്പ കഴിച്ചിട്ടൊന്നുമില്ല. ബ്രെഡും കഴിച്ചില്ല. ഇല്ല, ബ്രെഡും കഴിച്ചിട്ടില്ല, മുട്ട കഴിച്ചിട്ടില്ല. ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് ഉണ്ട് അല്ലേ? ഇതാ വേറെ ഈ ബ്രെഡ് മറ്റേത് മറ്റേത് ഒരു മുര ഉണ്ടാവും. മറ്റേത് വേറെ അതും സോഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ലൈറ്റിൽ അടിപൊളി ഞാനെങ്ങനെ പറയാം ബ്രെഡ് കഴിക്കാം. ബ്രെഡ് ചൂടാക്കാം. ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെ കഴിക്കുന്നത്. എനിക്ക് ബാബിയുടെ പുട്ടാണ് ഇഷ്ടം. ഇല്ല ബാബി, മിസ്സി ബാബിയുടെ പുട്ടുള്ളൂ. ബാബിക്ക് പുട്ടിന് ഇതിനെ കാണില്ല ഇത്ര കാലം. കൂറ കൂറ മമ്മി ജാൻക്ക് വിഷമോ? അത് തീരുമാനമായില്ലേ? ചിതല്ല കേട്ടോ. ജാമോ കഴിച്ചില്ല. ബ്രെഡ് കരിഞ്ഞോ? ഓ ഭയങ്കരമായിട്ട് കരിഞ്ഞല്ലോ റബ്ബേ. ഇങ്ങനെ ബ്രെഡ് ഉണ്ടാക്കാം. ആ കൂറിനാണ്ടാറിനെ പേടിച്ചിട്ട് പോയതാ. ഭയങ്കര ഇതിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലേ, കരി ഫ്ലേവർ. ഇത് കഴിക്കാൻ വേറൊരു തരം നല്ല രസമാണ്. ചട്ടി പഴയ പോലെ റസ്കായി ഇപ്പോ. ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് ചൂടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ചപ്പാത്തി എന്നതിലിടാം. ആദ്യം നമുക്ക് പീനട്ട് ബട്ടർ ആദ്യം പിന്നെ ഒരു ന്യൂട്രലയും കൂടി ഉണ്ടാവണം. അപ്പം അടിപൊളി. ഒരു സൈഡിൽ പീനട്ട് ബട്ടർ വെക്കാം. ഒരു ബ്രെഡിൽ പീനട്ട് ബട്ടറും മറ്റേ ബ്രെഡിൽ ജാമും വെക്കാം. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് കഴിക്കാറ്. അയ്യോ ചപ്പാത്തി ചപ്പാത്തി കരിഞ്ഞതിനനുസരിച്ച് നോക്കണം കുറയുണ്ടോ. ചപ്പാത്തി ഇഷ്ടമല്ല അല്ലേ ബ്രെഡ് പൊടിച്ച്. അവിടെ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇതിൻ്റെ? കറി ആവുമ്പോൾ കഴിക്കില്ലേ? കറി ഉണ്ടാകാൻ പറ്റും. അതല്ല അവിടെ പുട്ടിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഭാബി ഒരു അവസരം ഫുള്ള് ഭാവിയുടെ പുട്ടിനെ പറയാൻ കാരണം എന്താണെന്നറിയാം? അവളുടെ അവസരം ഫുള്ള് പുട്ട് തന്നെ ആയിരുന്നു. എന്നിട്ട് ഭാബി വളർന്നപ്പിളിന്ന് വന്നപ്പോട്ടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് വളർന്നപ്പിളിന്ന് വന്നപ്പോട്ട് ഉമ്മ റംസിയാ എന്താ പറഞ്ഞു, എന്നാ പുട്ടുണ്ടാക്കിട്ടാ. അങ്ങനെ പുട്ട് വെച്ചിട്ട് ഇപ്പൊ കൊറേ ദിവസമായിരുന്നു പറഞ്ഞത് ഭാബി. ആ വാക്ക് ഞാൻ ഇതിന്റെ ഇവിടെ വെച്ചിട്ടുള്ളത് ഉമ്മ പുട്ട് ഞാൻ ഏറ്റിരിക്കണം പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇന്നും പുട്ട് തന്നെ ആയിരിക്കും. ഭാവിക്ക് കഴിച്ചെന്നില്ല അല്ലേ? കരിഞ്ഞേനെ അന്ന് തോന്നിട്ട് ഇഷ്ടം. അങ്ങനെ പറഞ്ഞേ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് പീനട്ട് ബട്ടർ. കുട്ടികൾക്ക് ജാമ് മാത്രം കൊടുക്കട്ടെ നല്ലത്. പീനട്ട് ബട്ടറൊക്കെ വെച്ച് തേച്ച് കൊടുത്തേക്കും നല്ലതാ. ഭാബി അടച്ചോ അടച്ചോളാൻ പറഞ്ഞു. ഞാൻ അടച്ച്. അപ്പം നമുക്കിനി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ കാണാം. ചേട്ടാ ഞാൻ ചാടിക്കട്ടെ. കറികളൊക്കെ കരയണ്ട ബാബിയെ, രശ്മിക്കണ്ട.
ഒക്കെ ശരിയാവും. ഒക്കെ ശരിയാവും ബാബി. കരയണ്ട കേട്ടോ. പാവം കരയണ്ടിക്കാ. ബാബിക്ക് എന്താ പ്രശ്നം? എന്തായാലും ഉണ്ടെങ്കിൽ എന്നോട് പറയും. തുറന്നു പറയൂ. എന്റെ മൂക്കുത്തി പോയി. ബാബി നമുക്കൊരു മൂക്കുത്തി മേടിക്കോ? എന്റെ മൂക്കുത്തി പോയി. 2-3 ദിവസമായി. കണ്ണീര് തുടക്കാൻ വേണ്ടി പോയതാ. കഴിഞ്ഞ ചപ്പാത്തി ചുട്ടായിരുന്നു. ഇല്ല, 2 കൂടി ഉണ്ട്. ഞാൻ കഷ്ടപ്പെടുത്തിട്ടാണ്. കണ്ടില്ലേ? ഞാനിതെവിടെ മുട്ട കറി ഉണ്ടാക്കുന്നു. ബാബി ഇതെവിടെ സാമ്പാറിന് അടുപ്പിട്ട് ഇടുന്നു. ഇവിടുത്തെ സാമ്പാറിന് സ്പെഷ്യലിസ്റ്റ് ബാബിയാണ്. തള്ളിവിടെ ഇവിടെ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ ബാബിയാണ്. ഞാൻ സാമ്പാർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ സാമ്പാർ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഉണ്ടാക്കണം ഇൻഷാല്ലാ. ഇല്ല, 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാബി അമ്മനി ഹൗസിലോട്ട് പോയപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളോടുള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തീരെ ഉണ്ടാക്കാൻ തീർന്നിട്ടൊന്നുമില്ല. അതെ ഗൈസ്, നമ്മൾ ഈ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെതാണ് കേട്ടോ മുട്ട റോസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യലാണ്. തേങ്ങാപ്പാൽ വയ്ക്കണം ബാബിയെ? വേണ്ട അല്ലേ? പിന്നെ എന്താണ് മുട്ട റോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത്. സാമ്പാർ ഇതേ അടുപ്പത്ത് ആയോണ്ടിരിക്കുന്നു. പിന്നെന്തുട്ടാ ചോറ് ഇതേ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇനി അടിച്ചോരണം. ഇനി അതാണ് പണി. കുട്ടികളാരുമേ എണീച്ചിട്ടില്ല. എണീക്കാൻ ആരെണീറ്റ്? അമ്മിമോനാണല്ലേ? അമ്മിമോൻ എണീറ്റിട്ടുണ്ട് ഗൈസ്. അപ്പം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ. എണീറ്റാ? ഇത് അടുപ്പിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചാടിക്കാം. അപ്പോൾ നിങ്ങളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ ബേബി എണീറ്റ് അവൾക്ക് ദേ പാലും തിളപ്പിച്ച് അവൾ മുട്ട നടന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചപ്പാത്തി വേണം. അപ്പോൾ ചപ്പാത്തി പാത്രത്തിൽ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാണോ അതിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത് എന്താ വെണ്ടക്ക ഉണ്ടല്ലോ, വെണ്ടക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം നമുക്ക്. ഈ മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? ആദ്യമിനെ നോക്കാവുന്നത് ചേച്ചിയുണ്ട്. ഇത് പ്രസവിച്ചെടുക്കുമ്പോൾ ആ ചേച്ചി കിച്ചൻ്റെ പണിയും ചെയ്തിരുന്നു കേട്ടോ. അപ്പം ആ ചേച്ചി ഉണ്ടാക്കിയതായിരുന്നു ഇങ്ങനത്തെ. നമ്മളൊക്കെ തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കാൻ തൊട്ട് ഉപ്പേരി. പക്ഷെ ആ ചേച്ചി എളുപ്പപ്പണിയാണ്. വേഗം കഴിയും. കടുക് പൊട്ടിക്കുക, ജീരകം ഇടുക, വെളുത്തുള്ളിയും സവോളയും വെണ്ടയ്ക്കയും 3 കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ പിന്നെ ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ ബാബു പറഞ്ഞത് എനിക്ക് ഓർമ്മ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു ഉപ്പേരിയാണ്. മെഴുക്ക് വരട്ടി എന്നാണ്. എനിക്കറിയില്ല മെഴുക്ക് വരട്ടി. ഞങ്ങൾ ഉപ്പേരി എന്നാ പറയാ. പക്ഷെ ആ ചേച്ചി മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞിട്ട് കൊല്ലത്താണ് ആ ചേച്ചിയുടെ വീട് കേട്ടോ. കൊല്ലംകാരിയാണ് നമ്മുടെ നാട്ടുകാരല്ല. ബാബി അവിടെ പാത്രം കഴുകുന്നുണ്ട് ഇപ്പോൾ. 9:30 നമ്മളെ പണികൾ കഴിഞ്ഞു തുടങ്ങിട്ടോ. 9:32 ഇപ്പോൾ. നമുക്ക് നമ്മളെ ചായപ്പണിയും കഴിഞ്ഞ് ചോറ് ഊറ്റിട്ടില്ല. ചോറ് വെന്തിട്ടില്ല. പിന്നെ ഉപ്പേരി, സാമ്പാർ, മീൻ കറി. പിന്നെ ഉമ്മയുടെ ഇതാണ് മീൻ മുറിക്കലും മീൻ കറി വെക്കലും. ഇടയ്ക്ക് ഞാൻ ബാബിയൊക്കെ മാറിയപ്പോൾ പക്ഷെ ഇന്ന് ഉമ്മ കേട്ടോ. ഉമ്മ വെക്കാന്ന് പറഞ്ഞു. പിന്നെ ഉമ്മ ഉണ്ടാക്കിക്കോട്ടെ.
എന്നാക്കുള്ള പാല് വേപ്പിന്റെ കിട്ടില്ല അതെന്തോ മിസ്റ്റേക്ക് വരുന്നുണ്ട്. വേപ്പിൻ്റെ ഫ്രഷ് ആണോ നമ്മുടെ വീട്ടിലിട്ട് വേപ്പിൻ്റെ ആ ഉപ്പൊക്കെ ഇട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി നമുക്ക് ചാടിക്കാൻ പോവാം. ബാബാറ് പാത്രം കഴുകുന്നുണ്ട്. കഴിഞ്ഞ ബാബിയ ചാടിക്കാം. അത് എന്നെ വീട്ടിൽ നിൽക്കണം. അപ്പൊ തന്നെ ബാബി അതുള്ള കുറച്ച് പാത്രം കഴുകാനാണ്. പാല് ഇത്ര ഉള്ളു എല്ലാ പാല് ആ ചൂടുണ്ടാ മമ്മി മുറ്റടിക്കണോ? യെസ് പൊടിയിട്ടുണ്ടാക്കാം. ഇത് മോളെ കൈമ കണ്ടില്ലേ ഒരു ഇത് വന്നിക്കണം. വൈദ്യരവിടെ കൊണ്ടുപോകണം. അങ്ങനെ ഇതേ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് നല്ല അടിപൊളി ചൂടുള്ള കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മളെ എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കിയുള്ള ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാബി ജാഷിക്ക ഉമ്മ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് കഴിക്കുക. ഉമ്മക്ക് ഇന്നും പിന്നെ കോണിയാണ് ഉമ്മയുടെ സ്ഥലം. ഉമ്മ വേറെ എവിടേക്കും വരില്ല. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ നാത്തൂനുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട നാത്തൂനോട് ഞാൻ ചോദിക്കുകയാണ് ബാബി എങ്ങനെയുണ്ട് മുട്ടക്കറിയെന്ന്. ബാബി വെറും കുഴപ്പമില്ല എന്ന് മാത്രം പറഞ്ഞോളൂ കേട്ടോ, വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അത്രയും ആരംഭത്തോടു കൂടി ഉണ്ടാക്കിയ എൻ്റെ മുട്ട റോസ്റ്റാണ് കേട്ടോ. അവിടെ ഷെയറിങ് ആണ്. ചപ്പാത്തി മനസ്സറിയാ കൊടുത്തത്. ആരാണത്? പ്രിയപ്പെട്ട നാത്തൂന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് 3 ചപ്പാത്തിയും അതുപോലെ തന്നെ കൊടുന്ന് വെച്ച മുട്ടക്കറിയും കഴിഞ്ഞു കേട്ടോ. അപ്പം എന്നോട് നിവൃത്തിയോടുകൊണ്ട് കഴിക്കണതാണ് കേട്ടോ ചെപ്പോ, അല്ലാണ്ട് വേറെ ടേസ്റ്റ് ഉണ്ടായിട്ട് കഴിക്കുന്നൊന്നും അല്ല എന്നാണ് കേട്ടോ എൻ്റെ നാത്തൂൻ പറഞ്ഞത്. എൻ്റെ ബാബിയുടെ വായെന്ന് വരുന്നതാണ്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ എല്ലാനായിട്ട് വൈദ്യരവിടെ പോയി. അപ്പോൾ അവൾക്കൊരു ഓയിലും അതുപോലെ തന്നെ കഷായമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വരുന്നോണ്ട് ഞങ്ങൾ കുഞ്ഞുപ്പാട് വീട്ടിൽ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റോട്ടിലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കസിൻസിൻ്റെ ഫാമിലിയുടെ വീടൊക്കെ കുറേ ഉണ്ട് കേട്ടോ കുത്തമ്മായിൽ. അപ്പോൾ കുഞ്ഞുമാട് അവിടെ കയറിയപ്പോൾ നല്ല ഇവിടെ ചാമ്പക്ക നല്ലോണം ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ചാമ്പക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല റോസ് കളർ ചാമ്പക്ക മൂത്താപ്പാട് അവിടെ ഉണ്ട്. അതുപോലെ ഈ ഒരു ചാമ്പക്ക ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടെ ഉണ്ട് അവിടെയൊക്കെ പോയി പൊട്ടിക്കാത്ത ടീമാണ് ഞാനൊക്കെ. ഇപ്പം ഒന്നും അങ്ങനെയല്ല. ഇപ്പം എത്ര കാലമായി. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ കൊതിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചാമ്പക്കൊക്കെ പൊട്ടിച്ചു. ഞങ്ങൾക്ക് അവരിലേക്ക് വീട്ടിൽ പോയി ചാമ്പക്ക വരുമ്പോൾ എല്ലാവർക്കും കൊടുത്തു. കാരണം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് ഇത്ര എളുപ്പമായിട്ട് പോകും. ഇനി ഞാൻ പോയി ബൂസ്റ്റ് കുടിക്കട്ടെ. എങ്ങക്കുള്ള ബൂസ്റ്റൊക്കെ അവിടെ മാമി ഉണ്ടാക്കുന്നുണ്ട്. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾക്ക് ഇത് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാബി. പിന്നെ ഞാനിത് അതൊന്നും ഉണ്ടാക്കിയില്ല. ഡാർക്ക് ഫാൻറ്റസിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമാണ്. അതും മേടിച്ചു. അതും കഴിച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ സിപ്പ് പിടിക്കാൻ വേണ്ടി പോയിട്ട്. ചോക്ലേറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ എനിക്ക് ചോക്ലേറ്റ് കിട്ടില്ല. ചോക്ലേറ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ ബിസ്ത കേട്ടോ മേടിച്ചു. ബിസ്ത ഞാനങ്ങനെ മേടിക്കാറൊന്നുമില്ല. എന്നാലും ഇവിടെ 6 പേരക്കുട്ടികളുണ്ട്. ഈ ഒരു 6 കുട്ടികളുടെ ഇടയിൽ ഞാനൊരു സിപ്പപ്പായിട്ട് വരണമെങ്കിൽ ഞാൻ ആരാ മോള് അല്ലേ? അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ. പിന്നെ കാണാം.